നമസ്കാരം. PSC എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ടുള്ള ഒരു PYQ സെഷനാണ് ഇന്ന് നിങ്ങൾക്ക് തരുന്നത്. എല്ലാ എക്സാമിനേഷനും നമുക്ക് പ്രീവിയസ് ഇയർ ചോദ്യപേപ്പറിൽ റെഫർ ചെയ്യുക എന്നുള്ളത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് എക്സാംസ് ആണ് വരാൻ പോകുന്നത്. VFA ഉണ്ട്, കമ്പനി ബോർഡ് AGS ഉണ്ട്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് തുടങ്ങി ബെബ്കോ LDC തുടങ്ങിയ നിരവധി പരീക്ഷകളാണ് വരുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയർ ചോദ്യപേപ്പറുകളൊക്കെ നിങ്ങൾക്ക് എല്ലാ എക്സാംസിനും യൂസ്ഫുൾ ആണ്, റിപ്പീറ്റ് ചെയ്ത് വന്നേക്കാം. അപ്പൊ ഇന്ന് ഞാൻ VFAയിലെ കുറച്ച് മുൻവർഷ ചോദ്യങ്ങളും നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഈ ചോദ്യങ്ങൾ ആൻസർ നിങ്ങൾക്ക് അറിയാവോ എന്ന് നിങ്ങൾക്ക് സെൽഫായിട്ട് ഇവാലുവേറ്റ് ചെയ്യാം, അറിയാത്തത് നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ ഇങ്ങനെയൊക്കെയാണ്, അപ്പൊ ഈ ഏരിയ ഒക്കെ ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്നൊരു ഐഡിയ ഒക്കെ കിട്ടും. അപ്പൊ ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് പറയണം കേട്ടോ. PSC എക്സാം ഗൈഡിന്റെ ആപ്പിൽ നമ്മുടെ ഈ പറഞ്ഞ എക്സാംസിനൊക്കെ തന്നെ VFAക്കും LGSനും യൂണിവേഴ്സിറ്റി ടെസ്റ്റിനും എല്ലാത്തിനും നമുക്ക് ഓൺലൈൻ കോഴ്സുകൾ കൊടുക്കുന്നുണ്ട് നമ്മൾ. അപ്പൊ അതിന്റെ ക്ലാസ്സുകളും റെഗുലർ ആയിട്ട് എല്ലാ ദിവസവും ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു തിരക്കുകൊണ്ടാണ് യൂട്യൂബിലേക്ക് അധികം ക്ലാസ്സുകൾ ഇടാൻ പറ്റാത്തത്. എന്നാലും നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ക്യാപ്സുലായിട്ട് തരണം എന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളുമായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ ചോദ്യങ്ങൾ പറയാം, നിങ്ങൾക്ക് ഈ ചോദ്യങ്ങളുടെ ആൻസർ അറിയാമോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: പാല് കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്ന രീതിക്ക് പറയുന്ന പേരെന്ത്? ഓപ്ഷന്റെ അകത്ത് റിഫൈനിങ്, പാസ്ചറൈസേഷൻ, അനീലിംഗ്, വാൻ ആൽക്കൈൽ പ്രക്രിയ ഏതായിരിക്കും? പാല് കേടുകൂടാതെ സൂക്ഷിക്കാൻ ഓപ്ഷനിൽ നിന്നാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഏതാണ്? പാസ്ചറൈസേഷൻ ആണ് അല്ലെ? പാസ്ചറൈസേഷൻ ആണ് പാല് കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്ന രീതിയാണ് പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. ഇതിന് ഈ പാസ്ചറൈസേഷൻ കണ്ടുപിടിച്ചത് ആരാന്നറിയാമോ? ലൂയി പാസ്റ്റർ ആണ് പാസ്ചറൈസേഷൻ കണ്ടുപിടിച്ചത്. ലൂയി പാസ്റ്റർ ആണ് കണ്ടുപിടിച്ചത്. പല കാര്യങ്ങളുടെയും നിർമ്മാണ രീതി, ശുദ്ധീകരണ രീതി, ഇതൊക്കെ ചില പേരുകളൊക്കെ നമ്മുടെ കെമിസ്ട്രിയുടെ ഭാഗമായിട്ട് നമ്മുടെ SCERT-ലൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ആ ഒരു ഏരിയ ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്നാണ് ഈ ചോദ്യം നമ്മളോട് പറഞ്ഞു തരുന്നത്. ഇപ്പൊ അലുമിനിയത്തിന്റെ അയിര് ഏതാണ്? അലുമിനിയത്തിന്റെ അയിര് ബോക്സൈറ്റ് ആണ്. പലപ്പോഴും PSC ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ അലുമിനിയത്തിന്റെ അയിരായ ബോക്സൈറ്റിന്റെ സാന്ദ്രണ രീതിക്ക് പറയുന്ന പേരെന്താണ്? അറിയാമോ? ബോക്സൈറ്റിന്റെ സാന്ദ്രണ രീതിയാണ് ലീച്ചിങ്. കേട്ടിട്ടുണ്ടോ? ലീച്ചിങ് ആണ് ബോക്സൈറ്റിന്റെ സാന്ദ്രണ രീതി. അപ്പൊ രണ്ട് ചോദ്യങ്ങൾ പഠിച്ചില്ലേ? പാല് കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ടുള്ള മെത്തേഡ് പാസ്ചറൈസേഷൻ ആണ്. അലുമിനിയത്തിന് ബോക്സൈറ്റ്, അലുമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. അപ്പൊ അലുമിനിയത്തിന്റെ അയിരായ ബോക്സൈറ്റിന്റെ സാന്ദ്രണ രീതിക്ക് പറഞ്ഞ പേര് ലീച്ചിങ് എന്നാണ്. ലീച്ചിങ്. ഓക്കെ. ഇപ്പൊ ടൈറ്റാനിയം ശുദ്ധീകരിക്കാനായിട്ടുള്ള പ്രക്രിയയുടെ പേരെന്താണെന്ന് അറിയാമോ? ടൈറ്റാനിയം, സിർക്കോണിയം ഒക്കെ ശുദ്ധീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഈ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന വാൻ ആർക്കൽ പ്രക്രിയ എന്ന് പറഞ്ഞത്. വാൻ ആർക്കൽ പ്രക്രിയ എന്തിനാണ്? ടൈറ്റാനിയം, സിർക്കോണിയത്തിന്റെ ഒക്കെ ശുദ്ധീകരണ രീതിയാണ് വാൻ ആർക്കൽ പ്രക്രിയ എന്ന് പറയുന്നത്. ഓക്കെ, വാൻ ആർക്കൽ പ്രക്രിയ. ഇനി കുറഞ്ഞ തിളനിലയുള്ള രണ്ട് ലോഹങ്ങളാണ് സിങ്ക്, മെർക്കുറി ഒക്കെ. അപ്പൊ ഇവരുടെയൊക്കെ ശുദ്ധീകരണ രീതിയാണ് ഡിസ്റ്റിലേഷൻ. ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞ കുറഞ്ഞ തിളനിലയുള്ള ലോഹങ്ങളായ സിങ്ക്, മെർക്കുറി ഇവയുടെയൊക്കെ ശുദ്ധീകരണ രീതിയാണ്. അപ്പൊ എന്തൊക്കെ പഠിച്ചു? പാലിന് ശുദ്ധീകരിക്കുന്നത് പാസ്ചറൈസേഷൻ ആണ്. ടൈറ്റാനിയം, സിർക്കോണിയം ഒക്കെ ശുദ്ധീകരിക്കുന്ന മെത്തേഡാണ് വാൻ ആർക്കൽ പ്രക്രിയ. ടൈറ്റാനിയം ഒക്കെ ശുദ്ധീകരിക്കാനായിട്ട്. സിങ്ക്, മെർക്കുറി പോലെയുള്ള കുറഞ്ഞ തിളനിലയുള്ള ലോഹങ്ങളെ ശുദ്ധീകരിക്കാനായിട്ടുള്ള ഒരു മെത്തേഡാണ് ഡിസ്റ്റിലേഷൻ. അലുമിനിയത്തിന്റെ അയിരായ ബോക്സൈറ്റിന്റെ സാന്ദ്രണമാണ് ഏത്? ലീച്ചിങ് എന്ന് പറഞ്ഞൊരു മെത്തേഡ്. ലീച്ചിങ്. ഓക്കെ, ഇപ്പൊ ഇത്രയും കിട്ടിയല്ലോ. ഇനി റിഫൈനിങ്, എന്റെ താഴത്തെ ഓപ്ഷൻ റിഫൈനിങ് ആണ്. അത് എന്താണെന്ന് വെച്ചാൽ നിരോക്സീകരണം വഴി നിർമ്മിക്കുന്ന ലോഹത്തിൽ നിന്നും മറ്റു ലോഹങ്ങളും ലോഹ ഓക്സൈഡുകളും ഒക്കെ വേർതിരിക്കുന്ന ഒരു പ്രക്രിയനെ പറയുന്ന പേരാണ് റിഫൈനിങ് ഓഫ് മെറ്റൽസ്. റിഫൈനിങ് എന്ന് പറഞ്ഞാൽ മെറ്റൽസിന്റെ റിഫൈനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നിരോക്സീകരണം വഴി നിർമ്മിക്കുന്ന ഒരു ലോഹം, ആ ലോഹത്തിൽ നിന്ന് മറ്റു ലോഹങ്ങളും ലോഹ ഓക്സൈഡുകളും ഒക്കെ വേർതിരിച്ചെടുക്കുക. ഒരു ലോഹത്തിന്റെ നിരോക്സീകരണം വഴി നിർമ്മിക്കുന്ന ഒരു ലോഹത്തിൽ നിന്ന് ലോഹ ഓക്സൈഡുകളൊക്കെ വേർതിരിച്ചെടുക്കുന്ന മെത്തേഡാണ് റിഫൈനിങ്. ഇതാണ് നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഒരു പ്രീവിയസ് ഇയർ ചോദ്യം കാണുമ്പോൾ നമ്മൾ ആ ചോദ്യത്തിന് ഉത്തരം മാത്രമല്ല അതിന്റെ ഓപ്ഷൻസ് കൂടെ നമ്മൾ നോക്കി വെച്ചേക്കുക എന്നുള്ളതാണ്. അപ്പൊ പാല് ശുദ്ധീകരിക്കാനുള്ള മെത്തേഡ് പാസ്ചറൈസേഷൻ ആണ്. ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സിങ്ക്, മെർക്കുറി പോലെ കുറഞ്ഞ തിളനിലയിലെ ലോഹങ്ങളുടെ ശുദ്ധീകരണ പ്രക്രിയയാണ് ഡിസ്റ്റിലേഷൻ. പിന്നെ വാൻ ആർക്കൽ പ്രക്രിയ ടൈറ്റാനിയം, സിർക്കോണിയം പോലെയുള്ള ലോഹങ്ങളുടെ ശുദ്ധീകരണ രീതിയാണ്. അലുമിനിയത്തിന്റെ അയിരായ ബോക്സൈറ്റിന്റെ സാന്ദ്രണമാണ് ലീച്ചിങ് മെത്തേഡ്. റിഫൈനിങ് എന്താണ്? റിഫൈനിങ് നിരോക്സീകരണം വഴി നിർമ്മിക്കുന്ന ലോഹത്തിൽ നിന്ന് മറ്റു ലോഹങ്ങളും ലോഹ ഓക്സൈഡുകളും വേർതിരിക്കുന്ന പ്രക്രിയയാണ് റിഫൈനിങ്. അത്രയും കിട്ടിയില്ലേ? അപ്പൊ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അപ്പൊ കെമിസ്ട്രിയിലെ ഒരു ചോദ്യമാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത്, ഒരു പ്രീവിയസ് ഇയർ ചോദ്യമാണ് ഡിസ്കസ് ചെയ്തത്. നമുക്ക് ഫിസിക്സിൽ നിന്ന് ഒരു ചോദ്യം പറയാം. ചോദ്യം ശ്രദ്ധിച്ചു കേട്ടോളൂ. ചോദ്യം ഇതാണ്:
സ്പ്രിംഗ് ത്രാസ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഈ സ്പ്രിംഗ് ത്രാസിന്റെ പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന തത്വം എന്ത്? ഓപ്ഷൻസ്: ബോയിൽ നിയമം, ഹൂക്സ് നിയമം, പാസ്കൽ നിയമം, ബെർണോളി നിയമം. ഏതായിരിക്കും? സ്പ്രിംഗ് ത്രാസിന്റെ പ്രവർത്തനത്തിന് പിന്നിലുള്ള തത്വം ബോയിൽ നിയമമായിരിക്കോ, പാസ്കൽ നിയമമായിരിക്കോ, ബെർണോളി നിയമമായിരിക്കോ, ഹൂക്സ് നിയമമായിരിക്കോ? എന്താ തോന്നുന്നേ? റൈറ്റ് ആൻസർ ഹൂക്സ് നിയമമാണ്. ഹൂക്സ് നിയമമാണ് സ്പ്രിംഗ് ത്രാസിന്റെ പിന്നിലുള്ള ആ ഒരു പ്രവർത്തന തത്വം എന്ന് പറയുന്നത്. എന്താണ് ഈ ബെർണോളി അല്ലെങ്കിൽ പാസ്കല്, ചാൾസ്, ബോയ്സ്, ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഇതെല്ലാം നമ്മൾ അവിടെ നിന്ന് അറിഞ്ഞിരിക്കണം. സ്പ്രിംഗ് ത്രാസിന്റെ പിന്നിലുള്ള പ്രവർത്തനത്വം ഹൂക്സ് നിയമമാണ്. ഓക്കെ. അപ്പൊ നിശ്ചലാവസ്ഥയിലുള്ള ഏതെങ്കിലും ഒരു ദ്രവ്യം, ആ ദ്രവ്യത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ മർദ്ദം അപ്ലൈ ചെയ്യുന്നു. ആ മർദ്ദം എല്ലാ ഭാഗത്തും ഒരുപോലെ അത് അനുഭവപ്പെടുന്നു എന്ന് പറയുന്ന നിയമമാണ് പാസ്കൽ നിയമം. എന്താണ് പാസ്കൽ നിയമം പറയുന്നത്? ഒരു നിശ്ചലാവസ്ഥയിലുള്ള ഏതെങ്കിലും ഒരു ദ്രവ്യം, ആ ദ്രവ്യത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ബലം അപ്ലൈ ചെയ്യുക, ഒരു മർദ്ദം അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിശ്ചലാവസ്ഥയിലുള്ള ഒരു ദ്രവ്യത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മർദ്ദം അപ്ലൈ ചെയ്താൽ ആ അതിന്റെ എല്ലാ ഭാഗത്തും ഒരേ അളവിലാണ് ആ മർദ്ദം അനുഭവപ്പെടുന്നത് എന്ന് പറയുന്ന നിയമമാണ് പാസ്കൽ നിയമം. ഓക്കെ. ഇനി എന്താണ് ബെർണോളി തത്വം? അത് വായുവിന്റെ ചലനവുമായിട്ട് ബന്ധപ്പെട്ടാണ്. വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു. വായു വേഗത്തിൽ ചലിക്കുമ്പോൾ ആ വായുവിലെ പ്രഷർ അഥവാ മർദ്ദം അത് കുറയുന്നു എന്ന് പറയുന്നതാണ് ബെർണോളി തത്വം എന്ന് പറയുന്നത്. ബെർണോളി തത്വം. എന്താണ് ബോയിൽ നിയമം പറയണത്? ഇത് ബെർണോളി. വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു എന്ന് പറഞ്ഞത് ബെർണോളിയാണ്. എന്താണ് ബോയിൽ നിയമം? ബോയിൽസ് ലോ. എന്താണ് ബോയിൽ നിയമം പറഞ്ഞത്? സ്ഥിരമായ ടെമ്പറേച്ചറിൽ, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഒരു നിശ്ചിത അളവ് വാതകത്തിന്റെ വ്യാപ്തം ബാഹ്യമർദ്ദത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. വ്യാപ്തം എന്ന് പറഞ്ഞാൽ വോളിയം, ബാഹ്യമർദ്ദം എന്ന് പറഞ്ഞാൽ പ്രഷറിന് വിപരീത അനുപാതത്തിലായിരിക്കും. വോളിയം കൂടുമ്പോൾ പ്രഷർ കുറയുന്നു, വോളിയം കുറയുമ്പോൾ പ്രഷർ കൂടുന്നു എന്ന് പറയുന്ന ആ ഒരു സംഭവം, അല്ലെങ്കിൽ പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയുന്നു, പ്രഷർ കുറയുമ്പോൾ വോളിയം കൂടുന്നു എന്ന് പറയുന്ന പ്രഷറും വോളിയവും തമ്മിൽ വിപരീത അനുപാതത്തിലാണ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്ന നിയമമാണ് ബോയിൽസ് ലോ. ബോയിൽ നിയമം വിപരീത നിയമമാണ്. വോളിയവും പ്രഷറും തമ്മിലാണ് വിപരീത അനുപാതം, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ. ഇനി ചാൾസ് നിയമം എന്താ? ഇതേ ബോയിൽസ് ലോന്റെ ഈ താഴെ കിടക്കുന്ന പ്രഷറിനെ കോൺസ്റ്റന്റ് ആക്കുക. പ്രഷർ കോൺസ്റ്റന്റ് ആകുന്ന സമയത്ത് സ്ഥിരം മർദ്ദത്തിൽ ഒരു നിശ്ചിത മാസ വാതകത്തിന്റെ വ്യാപ്തം അതിന്റെ കെൽവിൻ സ്കെയിലിലെ ഊഷ്മാവിന് നേരനുപാതത്തിലാണെങ്കിൽ V ഈസ് പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അവിടെ വ്യാപ്തം ടെമ്പറേച്ചറിന് നേരനുപാതത്തിൽ, വിപരീതം അല്ല. അവിടെ പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കും. ഒരു നിശ്ചിത മർദ്ദത്തില് ഒരു നിശ്ചിത മാസ വാതകത്തിന്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലുള്ള ടെമ്പറേച്ചർ എത്രയാണോ ആ ടെമ്പറേച്ചറിന് ഇത് നേർ അനുപാതത്തിലാണ് എന്ന് പറയുന്ന നിയമമാണ് ഇത് ചാൾസ് ലോ. ഓക്കെ. അപ്പൊ നമ്മള് സ്പ്രിംഗ് ത്രാസിന്റെ പ്രവർത്തന തത്വത്തിന് തുടങ്ങി പെട്ടെന്ന് തന്നെ ഇത്രയും കാര്യങ്ങൾ പഠിച്ചില്ലേ? സ്പ്രിംഗ് ത്രാസിന്റെ പ്രവർത്തന തത്വം എന്താ? ഇനി മറക്കരുത്, ഹൂക്സ് നിയമമാണ്. ബോയ്സ് ലോ എന്താ പറയണേ? വിപരീത അനുപാതത്തിന്റെ കാര്യം, പ്രഷറും വ്യാപ്തവും അല്ലെ? വോളിയവും പ്രഷറും വിപരീത അനുപാതത്തിലാണ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്ന് ബോയ്സ് ലോ പറയുമ്പോൾ, ഈ പ്രഷർ കോൺസ്റ്റന്റ് ആകുമ്പോൾ ടെമ്പറേച്ചറും വോളിയം തമ്മിൽ നേർ അനുപാതത്തിലാണെന്ന് ചാൾസ് ലോ പറയുന്നു. പിന്നെ വായു വേഗത്തിൽ ചലിക്കുമ്പോൾ അതിന്റെ മർദ്ദം കുറയുന്നു എന്ന് പറയുന്നതാണ് ബെർണോളി പ്രിൻസിപ്പിൾ, ബെർണോളി തത്വം. പാസ്കൽ നിയമം എന്താ പറഞ്ഞേ? ഒരു നിശ്ചലാവസ്ഥയിലുള്ള ഒരു ദ്രവ്യത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മർദ്ദം അപ്ലൈ ചെയ്യുമ്പോൾ അത് എല്ലാ ഭാഗത്തും ഒരേ അളവിൽ അനുഭവപ്പെടുന്ന പറഞ്ഞതാണ് പാസ്കൽ നിയമം. അത്രയും കാര്യങ്ങൾ പഠിച്ചില്ലേ ഫിസിക്സിന്? ഏതൊക്കെ നിയമങ്ങൾ ഒന്നുകൂടെ പറഞ്ഞു നോക്കി. സ്പ്രിംഗ് ത്രാസിന്റെ പ്രവർത്തന തത്വം ഹുക്സ് നിയമമാണ്. ബോയ്സ് ലോ എന്താ പറയണത്? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ പ്രഷറും പിന്നെ വോളിയവും അല്ലെ, പിയും ബിയും വിപരീത അനുപാതത്തിലായിരിക്കും. മറ്റേ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ P ഈസ് പ്രൊപ്പോർഷണൽ ടു 1/V. തിരിച്ച് പ്രഷർ കോൺസ്റ്റന്റ് ആണെങ്കിൽ വോളിയവും ടെമ്പറേച്ചറും നേർ അനുപാതത്തിലാന്ന് പറയുന്നത് ചാൾസ് ലോയാണ്. പിന്നെ വായുവിന്റെ സ്പീഡ് കൂടുമ്പോൾ മർദ്ദം കുറയുന്നു എന്ന് ബെർണോളി തത്വം പറയുന്നു. നിശ്ചലാവസ്ഥയിലുള്ള ദ്രവ്യത്തിൽ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്യുന്ന മർദ്ദം എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടുന്നു പാസ്കൽ നിയമം പറയുന്നു. അത്രയും ചോദ്യങ്ങൾ കിട്ടിയല്ലോ. അപ്പം കെമിസ്ട്രിന്നും ഫിസിക്സിന്നും നമ്മൾ ഇത്രയും ചോദ്യങ്ങൾ കണ്ടു, അത്രയും കാര്യങ്ങൾ കിട്ടി. ഇനി അടുത്തൊരു ചോദ്യം, ഇന്ത്യയുടെ സുഗന്ധവൃക്ഷം എന്നറിയപ്പെടുന്ന സസ്യം ഏത്? ഓപ്ഷൻസിന്റെ അകത്ത് അഗർവുഡ്, അക്കില്, അലസിപ്പൂമരം, യൂക്കാലിപ്സ്. ഏതായിരിക്കും അറിയാമോ? ഇന്ത്യയുടെ സുഗന്ധവൃക്ഷം
അഗർവുഡ് ആണ്. ഓക്കെ, ഇന്ത്യയുടെ സുഗന്ധവൃക്ഷം എന്താണ്? അഗർവുഡ് ആണ്. അഗർവുഡ് ഇന്ത്യയുടെ സുഗന്ധവൃക്ഷമാണ് അഗർവുഡ്. ഓക്കെ, ഇന്ത്യയിലെ സുഗന്ധവൃക്ഷം അഗർവുഡ് ആണെങ്കിൽ കാട്ടിലെ തീനാളം എന്നറിയപ്പെടുന്ന ഒരു വൃക്ഷമുണ്ട്. കാട്ടിലെ തീനാളം ഏതാണെന്നറിയാമോ? കാട്ടിലെ തീനാളം എന്നറിയപ്പെടുന്ന വൃക്ഷം പ്ലാഷ് എന്ന് പറയും. പ്ലാഷ്. പ്രകൃതിയിലെ ഔഷധശാല എന്നറിയപ്പെടുന്ന ഒരു വൃക്ഷമുണ്ട്. എന്നറിയോ? പ്രകൃതിയിലെ ഔഷധശാല എന്നറിയപ്പെടുന്നത് വേപ്പാണ്. വേപ്പ്. പ്രകൃതിയിലെ ഔഷധശാലയാണ് വേപ്പ്. ഓക്കെ, പിന്നെ തീ പിടിക്കാത്തൊരു വൃക്ഷമുണ്ട്. തീ പിടിക്കത്തില്ല. എന്താണെന്നറിയാമോ? ഒമ്പു എന്നാണ് അതിന്റെ പേര്. ഒമ്പു. തീ പിടിക്കത്തില്ല. ജസ്റ്റ് ജനറൽ ഇൻഫർമേഷൻ ആയിട്ട് എടുത്താൽ മതി. ഇന്ത്യൻ ഫയർ എന്നറിയപ്പെടുന്ന ഒരു വൃക്ഷമുണ്ട്. ഇന്ത്യൻ ഫയർ ഏതാണെന്നറിയാമോ? അത് അശോകമാണ്. അശോകം. ഇന്ത്യൻ ഫയർ ആണ് അശോകം. സമാധാനത്തിന്റെ വൃക്ഷം എന്നറിയപ്പെടുന്ന വൃക്ഷം ഏതാണെന്നറിയാമോ? സമാധാനത്തിന്റെ വൃക്ഷം. സമാധാനത്തിന്റെ വൃക്ഷം ഒലീവ് വൃക്ഷമാണ്. ഒലീവ് വൃക്ഷം. 1000 ആവശ്യങ്ങൾക്കുള്ള വൃക്ഷം എന്നറിയപ്പെടുന്ന വൃക്ഷം എന്നറിയാമോ? 1000 ആവശ്യങ്ങൾക്കുള്ള വൃക്ഷം ഏതാണെന്ന് പറയാമോ? തെങ്ങാണ്. 1000 ആവശ്യങ്ങൾക്കുള്ള വൃക്ഷം തെങ്ങാണ്. വീണ തമ്പുരുവൊക്കെ നിർമ്മിക്കുന്നില്ലേ, അത് പ്ലാവിന്റെ തടി കൊണ്ടാണ് നിർമ്മിക്കുന്നത്. വീണ തമ്പുരുവൊക്കെ പ്ലാവിന്റെ തടി കൊണ്ട് നിർമ്മിക്കുന്നത്. എന്നാൽ ചുണ്ടൻവള്ളങ്ങൾ നിർമ്മിക്കാനായിട്ട് ആഞ്ഞിലി തടി ഉപയോഗിക്കും. ആഞ്ഞിലി തടി. പാവപ്പെട്ടവന്റെ തടി എന്നറിയപ്പെടുന്ന വൃക്ഷമാണ് മുള. മുള പാവപ്പെട്ടവന്റെ തടിയാണ് മുള. ദേവദുന്ദുഭി എന്നറിയപ്പെടുന്ന ഒരു വൃക്ഷമുണ്ട്. ദേവദുന്ദുഭി ഏതാണെന്നറിയാമോ? ഒരു സസ്യമാണത്. വൃക്ഷമല്ല, ഒരു സസ്യമാണ് ദേവദുന്ദുഭി. ഏതാണെന്നറിയോ? ദേവദുന്ദുഭി. ദേവദുന്ദുഭി കേട്ടിട്ടുണ്ടോ? ദേവദുന്ദുഭി എന്ന് പറഞ്ഞത് തുളസിനെയാണ് വിളിക്കുന്നത്. തുളസി. ഓക്കെ, അപ്പോ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ഇന്ത്യയുടെ സുഗന്ധവൃക്ഷം അഗർവുഡ് ആണ്. നമ്മുടെ ചുണ്ടൻവള്ളങ്ങൾ നിർമ്മിക്കാനായിട്ട് ആഞ്ഞിലി ഉപയോഗിക്കും. വീണ തമ്പുരുവൊക്കെ നിർമ്മിക്കാനായിട്ട് അത് ഉപയോഗിക്കണമെന്ന് പറഞ്ഞ് വീണ തമ്പുരുവൊക്കെ പ്ലാവിന്റെ തടി കൊണ്ട് നിർമ്മിക്കാറുണ്ട്. ദേവദുന്ദുഭി തുളസിയാണ്. സമാധാനത്തിന്റെ വൃക്ഷം ഒലീവാണ്. 1000 ആവശ്യങ്ങളുടെ വൃക്ഷം എന്നറിയപ്പെടുന്നത് ഏതാണ്? 1000 ആവശ്യങ്ങൾക്കുള്ള വൃക്ഷം തെങ്ങാണ്. 1000 ആവശ്യങ്ങൾക്കുള്ള വൃക്ഷം. ഇന്ത്യൻ ഫയർ എന്നറിയപ്പെടുന്ന അശോകമാണ്. തീ പിടിക്കാത്ത വൃക്ഷം ഒമ്പുവാണ്. പ്രകൃതിയിലെ ഔഷധശാല എന്ന് വിളിക്കുന്ന വൃക്ഷം ഏതാണ്? വേപ്പാണ്. കാട്ടിലെ തീനാളം എന്നറിയപ്പെടുന്നത് പ്ലാഷ് ആണ്. റീസെന്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ക്രിക്കറ്റിന്റെ ബാറ്റ് നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വൃക്ഷം ഏതാണ്? ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കാൻ ഏതാണ്? വില്ലോ വൃക്ഷമാണ്. ക്രിക്കറ്റിന്റെ ബാറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് വില്ലോ വൃക്ഷമാണ്. വില്ലോ. വില്ലോ മരത്തിന്റെ തടിയാണ് ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. വില്ലോ മരത്തിന്റെ തടി. കേട്ടോ? അപ്പൊ ഇത്തരം കാര്യങ്ങൾ, അപ്പൊ ഒരു ചോദ്യം പഠിച്ചപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. ഇത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. ക്രിക്കറ്റിന്റെ ബാറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് വില്ലോ മരത്തിന്റെ തടിയാണ്. കിട്ടിയല്ലോ? ഓക്കെ. പാവപ്പെട്ടന്റെ തടിയാണ് ഏത്? പാവപ്പെട്ടന്റെ തടിയാണ് മുള. പാവപ്പെട്ടന്റെ തടി എന്നറിയപ്പെടുന്നത് മുളയാണ്. പാഴ്ഭൂമിയിലെ കൽപ്പവൃക്ഷം എന്നറിയപ്പെടുന്ന വൃക്ഷമുണ്ട്. ഏതാണെന്നറിയാമോ? പാഴ്ഭൂമിയിലെ കൽപ്പവൃക്ഷം. അതിന്റെ ആൻസർ കശുമാവാണ്. കശുമാവ്. പാഴ്ഭൂമിയിലെ കൽപ്പവൃക്ഷമാണ് കശുമാവ്. കശുമാവ് പാഴ്ഭൂമിയിലെ കൽപ്പവൃക്ഷമാണ്. അത്രയും കാര്യങ്ങൾ കിട്ടിയല്ലേ? ഓക്കെ, മറക്കണ്ട. പാഴ്ഭൂമിയിലെ കൽപ്പവൃക്ഷം കശുമാവാണ്. അല്ലെങ്കിൽ നമ്മൾ തെങ്ങിനെ കൽപ്പവൃക്ഷം എന്ന് വിളിക്കാം അല്ലേ? അടുത്തൊരു ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് ജില്ല. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് ജില്ല. ബാങ്കിംഗ്. സമ്പൂർണ്ണ ബാങ്കിംഗ് ജില്ല ഏതാണ്? ഏതാണെന്ന് പറയാമോ? കൊല്ലം, എറണാകുളം, പാലക്കാട്, കോഴിക്കോട്. കൊല്ലം, എറണാകുളം, പാലക്കാട്, കോഴിക്കോട്. സമ്പൂർണ്ണ ബാങ്കിംഗ് ജില്ല ആദ്യത്തേത് പാലക്കാടാണ് കേട്ടോ. പാലക്കാട്. ഓക്കെ. കേരളത്തിലെ ആദ്യത്തെ ലേബർ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണെന്നറിയാമോ? കേരളത്തിലെ ആദ്യത്തെ ലേബർ ബാങ്ക്. കേരളത്തിലെ ആദ്യത്തെ ലേബർ ബാങ്ക്. കേരളത്തിലെ ആദ്യത്തെ ലേബർ ബാങ്കും ഈ പാലക്കാട് തന്നെയാണ്. അകത്തേത്തറ എന്ന് പറയും. അകത്തേത്തറ. അകത്തേത്തറ പാലക്കാടാണ് കേരളത്തിലെ ആദ്യത്തെ ലേബർ ബാങ്ക് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒഴുകുന്ന ATM സ്ഥാപിച്ച ബാങ്ക് ഏതെന്നറിയാമോ? ഫ്ലോട്ടിംഗ് ATM. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒഴുകുന്ന ATM സ്ഥാപിച്ച ബാങ്ക് നമ്മുടെ SBI ബാങ്കാണ്. SBI കൊച്ചി. ഓക്കെ. ആദ്യത്തെ ഒഴുകുന്ന ATM സ്ഥാപിച്ച ബാങ്ക് SBI ആണ് കേട്ടോ. അതും ഇന്ത്യയിൽ തന്നെ. കേരള ഗ്രാമീൺ ബാങ്ക് എന്ന് കേട്ടിട്ടുണ്ടോ? കേരള ഗ്രാമീൺ ബാങ്കിന്റെ ആസ്ഥാനം എവിടാന്ന് പറയാമോ? ഗ്രാമീൺ ബാങ്കിന്റെ ആസ്ഥാനം, എനി ഐഡിയ? ഗ്രാമീൺ ബാങ്കിന്റെ ആസ്ഥാനം മലപ്പുറമാണ്. കേരള ഗ്രാമീൺ ബാങ്കിന്റെ ആസ്ഥാനം മലപ്പുറമാണ്. മലപ്പുറം. ഓക്കെ. 2013 കേരള ഗ്രാമീൺ ബാങ്ക് സ്ഥാപിച്ചിട്ടുള്ളത്. 2013 ജൂലൈ 8. ഓക്കെ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ നേരത്തെ SBT ഉണ്ടായിരുന്നു. ഇപ്പൊ SBT ഇല്ല. അത് SBI ആയിട്ട് ലയിച്ചു. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. SBI ആയിട്ട് ലയിച്ചത് ഏത് വർഷമാണ്? 2017 SBI ആയിട്ട് ലയിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ.
കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് ഏതാന്ന് ഓർമ്മയുണ്ട്? SCRT ക്വസ്റ്റൻ ആണ്. കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് ആണ് നെടുങ്ങാടി ബാങ്ക്. പ്രീവിയസ് ചോദ്യമാണ്. നെടുങ്ങാടി ബാങ്ക് ആണ് കേരളത്തിലെ ആദ്യത്തെ ബാങ്ക്. നെടുങ്ങാടി ബാങ്ക് ആണ്. ഈ നെടുങ്ങാടി ബാങ്ക് പിന്നീട് PNB പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിപ്പിച്ചിട്ടുണ്ട്. 2003 ലയിപ്പിച്ചായിരുന്നു. ഓക്കെ, പഞ്ചാബ് നാഷണൽ ബാങ്കിൽ. അപ്പൊ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഒന്നുകൂടെ പറയാം. നമ്മുടെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിങ് ജില്ലയാണ്. ഏതാണ് സമ്പൂർണ്ണ ബാങ്കിങ് ജില്ല? പാലക്കാടാണ്. പാലക്കാട് തന്നെയാണ് ആദ്യത്തെ ലേബർ ബാങ്കും. പാലക്കാട് അകത്തേത്തറയിലാണ് ലേബർ ബാങ്ക്. ഒഴുകുന്ന ATM ആദ്യമായിട്ട് ഇന്ത്യയിൽ വന്നത് സ്ഥാപിച്ചത് SBI ആണ്. കൊച്ചി SBI ആണ് ഒഴുകുന്ന ATM. പിന്നെ ഗ്രാമീൺ ബാങ്ക് ആദ്യമായിട്ട് കേരളത്തിൽ വരുന്നത് 2013 എവിടെയാണ് ആദ്യം വന്നത്? മലപ്പുറത്താണ് വന്നിട്ടുണ്ടായിരുന്നത്. മലപ്പുറത്ത്. പിന്നെ കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് നെടുങ്ങാടി ബാങ്ക് ആണ്. ഈ നെടുങ്ങാടി ബാങ്ക് PNBയിലോട്ട് ലയിപ്പിച്ചത് 2003 കേട്ടോ. 2003 അത് PNBയോട് ലയിപ്പിച്ചു. പിന്നെ 2017 SPTയും SBIയും ലയിപ്പിച്ചു. ഇത്രയും കാര്യങ്ങളൊക്കെ ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് വരാം. ഇത് നമ്മുടെ ആണവ നിലയവുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. കൂടംകുളം ആണവ നിലയം ഇന്ത്യൻ ജോഗ്രഫിയിൽ വരുന്ന ഭാഗമാണ്. കൂടംകുളം ആണവ നിലയം. ഈ ആണവ നിലയം നിർമ്മിക്കാനായിട്ട് ഇന്ത്യയെ സഹായിച്ച ഒരു വിദേശ രാജ്യമുണ്ട്. ഏതാണെന്നാണ് ചോദ്യം. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, റഷ്യ, ഫ്രാൻസ്, സ്വീഡൻ. ആരെന്ന് പറയാമോ? കൂടംകുളം ആണവ നിലയം നിർമ്മിക്കാൻ ഇന്ത്യയെ സഹായിച്ച വിദേശ രാജ്യം. കൂടംകുളം നിർമ്മിക്കാൻ സഹായിച്ചത് റഷ്യ ആണ് കേട്ടോ. റഷ്യ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയം ഏതെന്നറിയോ? ഫസ്റ്റ് ആണവ നിലയം. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ നിലയം, ഇന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയം താരാപൂർ ആണ്. താരാപൂർ. താരാപൂർ. ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ ആണവ റിയാക്ടർ ഏതാന്ന് പറയാമോ? ഫാസ്റ്റ് ബ്രീഡർ ആണവ റിയാക്ടർ. ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ ആണവ റിയാക്ടറിന്റെ പേരാണ് കാമിനി. കാമിനിയാണ്. ഓക്കെ. ഇനി കൂടംകുളം, കൽപ്പാക്കം ഈ രണ്ട് ആണവ നിലയങ്ങളും തമിഴ്നാട്ടിലുള്ളതാണ്. കൂടംകുളവും കൽപ്പാക്കവും രണ്ടും ഏത് സ്റ്റേറ്റിലാണ്? തമിഴ്നാടാണ്. ആദ്യത്തെ താരാപൂർ ആണ്. താരാപൂർ മഹാരാഷ്ട്ര. ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ ആണവ റിയാക്ടർ കാമിനിയാണ്. കൂടംകുളവും കൽപ്പാക്കവും എവിടെയാണ്? തമിഴ്നാടാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. കോട്ട എന്നുള്ളൊരു ആണവ നിലയുണ്ട് നമുക്ക്. കോട്ട എവിടെയാണെന്നറിയാമോ? കോട്ട രാജസ്ഥാനിലാണ്. രാജസ്ഥാനിൽ. പിന്നെ ഒരു ആണവ നിലയുണ്ട്, നറോറ. കേട്ടിട്ടുണ്ടോ? നറോറ അതെവിടെയാണ്? അത് UPയിലാണ്. UPയിൽ. കൈഗ കേട്ടിട്ടുണ്ടോ? കൈഗ. ഇതൊക്കെ നമ്മുടെ SCRT ആണ്. കൈഗ കർണാടകയിലാണ്. കർണാടകയിലാണ് കൈഗ ഉള്ളത്. കക്രപ്പാറ എന്നുള്ളൊരു ആണവ നിലയുണ്ട്. എവിടെയെന്നറിയാമോ? കക്രപ്പാറ. അത് ഗുജറാത്തിലാണ് കക്രപ്പാറ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ പ്രധാനപ്പെട്ട കുറച്ച് ആണവ നിലയങ്ങളുടെ പേരും ആ ആണവ നിലയങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് നമ്മൾ ഇപ്പോൾ ഒന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ചോദ്യം കൂടംകുളം ആണവ നിലയം ആരുടെ സഹായത്തോടു കൂടി വന്നു എന്നുള്ളതാണ്. അതിന് ഉത്തരം റഷ്യയുടെ സഹായമാണ്. കൂടംകുളവും പിന്നെ ഒരെണ്ണം കൂടെ തമിഴ്നാട്ടിലുണ്ട്. ഏതാ? കൂടംകുളം ആണവ നിലയവും പിന്നെ കൽപ്പാക്കം. ഇത് രണ്ടും എവിടെയുള്ളതാണ്? നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാടാണ്. കർണാടകയ്ക്ക് ഏതാ ഉള്ളത്? കർണാടകയിലുള്ളത് ഏതാണ്? കർണാടകയിലുള്ള ആണവ നിലയം കൈഗ ആണവ നിലയാണ്. കൈഗ. പിന്നെ നമ്മുടെ അടുത്തുള്ള മഹാരാഷ്ട്രയിൽ എന്തുണ്ട്? മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയമായ താരാപൂർ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ കുറച്ചും കൂടെ മഹാരാഷ്ട്രയ്ക്ക് വെളിയിലോട്ട് പോയ ഗുജറാത്ത്. ഗുജറാത്തിലാണ് കക്രപ്പാറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്. കക്രപ്പാറ. പിന്നെ ഗുജറാത്തിന് മേളില് രാജസ്ഥാനിലാണ് ഇത് കോട്ട. കോട്ട എന്ന് പറഞ്ഞിട്ടുള്ള ആണവ നിലയം രാജസ്ഥാനിലാണ്. കോട്ട ആണവ നിലയം രാജസ്ഥാനിലാണ്. ഓക്കെ. പിന്നെ മഹാരാഷ്ട്രയിൽ ഒരെണ്ണം നിലവിൽ വരുന്നുണ്ട്, ജയ്താപൂർ എന്ന് പറഞ്ഞത്. ജയ്താപൂർ. പിന്നെ ഇവിടുന്ന് രാജസ്ഥാനിൽ നിന്ന് കുറച്ചും കൂടെ മുകളിൽ പോയ UPയിലാണ് നറോറ ഉള്ളത്. നറോറ. ഓക്കെ. അറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരാന്നറിയാമോ? അറിയായിരിക്കുമല്ലോ. ഹോമി ജെ ഭാവയാണ് കേട്ടോ. അറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ഹോമി ജെ ഭാവയാണ്. ഓക്കെ. അപ്പൊ അത്ര ഇൻഫർമേഷൻ കിട്ടിയില്ലേ ജോഗ്രഫി ആണവ നിലയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്? ഇതാണ് നമ്മുടെ പ്രീവിയസ് ചോദ്യങ്ങൾ. റിലേറ്റഡ് ഫാക്ട്സ് പഠിച്ചു പോയാൽ നമുക്ക് മറ്റേ സെഷനിൽ കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, ഞാൻ ചോദ്യവും ഓപ്ഷനും ഇവിടെ തന്നിട്ടുണ്ട്. ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യണം. ഓക്കെ. ഇതിന് എത്ര പേര് ആൻസർ കമന്റ് ചെയ്യുന്നു എന്ന് നോക്കണം. അതുപോലെ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമന്റ് ചെയ്യുക. എത്രത്തോളം പേര് അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്, കമന്റ് ചെയ്യുന്നു എന്നതിന്റെ ബേസിൽ വേണം എനിക്ക് അടുത്ത സെഷൻ നിങ്ങൾക്ക് തരാനായിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് കൂടുതലായിട്ട് പ്രയോജനപ്പെടുന്നു എന്ന് നിങ്ങൾ പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും ഇനിയും ഇതുപോലുള്ള ചെറിയ ചെറിയ ക്യാപ്സ്യൂൾസ് ആയിട്ട് എനിക്ക് പ്രീവിയസ് ചോദ്യങ്ങളൊക്കെ തരാനായിട്ട്. സോ നിങ്ങൾ എന്നെ കാണുന്ന എല്ലാവരും ഈ ചോദ്യത്തിന് ആൻസർ കമന്റ് ചെയ്യാൻ നോക്കുക. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ഏത്? 2 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ്, 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത്,
37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത്, 23 ഡിഗ്രി 30 മിനിറ്റ് നോർത്ത്. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖകൾ. ഓക്കെ, അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ്സ് അറിയിക്കുക, യൂസ്ഫുൾ ആണോ എന്നുള്ളത്. ഈ ചോദ്യത്തിന് ഉത്തരവും കമന്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ PSC എക്സാം ഗൈഡിൽ നമ്മൾ കൃത്യമായിട്ട് സിലബസിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ മൺഡേ ടു ഫ്രൈഡേ ഡെയിലി ക്ലാസ് കൊടുക്കുന്നുണ്ട്. നമുക്ക് VFAയുടെ കോഴ്സ്, ബെപ്കോ LDCയുടെ കോഴ്സ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ കോഴ്സ്, കമ്പനി ബോർഡ് LDCയുടെ കോഴ്സ് ഒക്കെ ആപ്പിൽ റണ്ണിങ് ആണ്. അപ്പോൾ ഓരോ ക്ലാസ്സും നമ്മളെ ചാപ്റ്റേഴ്സ് ഒക്കെ അങ്ങനെ തന്നെ ഡിസ്കസ് ചെയ്താണ് ക്ലാസ് പോകുന്നത്. എല്ലാത്തിനും PDF നോട്ട്സ് കൊടുക്കുന്നുണ്ട്. വീക്ക്ലി നമുക്ക് ടെസ്റ്റ് പേപ്പേഴ്സ് ഉണ്ട്. കറണ്ട് അഫെയർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എല്ലാത്തിനെയും PDF നോട്ട്സ് അവൈലബിൾ ആണ്. എക്സാമിനേഷൻ വരെ നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടായിരിക്കും. റെക്കോർഡ് സെഷൻ 1 ഇയർ ആക്സസ് ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്കറിയാം അത്ര എക്സാംസ് ആണ് വരുന്നത്. ഇനിയും നിങ്ങളൊരു പ്രോപ്പർ ഒരു സിലബസിനെ ബേസ് ചെയ്ത് കൃത്യമായിട്ടുള്ള ഒരു പഠനത്തിലല്ല പോകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് വേസ്റ്റ് ദ ചാൻസ്. നിങ്ങൾ അത് പ്രോപ്പറായിട്ട് പ്രയോജനപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ കോഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ കൊടുത്തുള്ള വാട്സപ്പ് നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബേസ്ഡ് ഓൺ യുവർ കമന്റ്സ് കേട്ടോ. വീണ്ടും കാണുന്നവരേക്കും